മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം പറയുന്നത് തറാവീഹ് നിസ്കാരത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള രൂപമാണ്. നമുക്കറിയാം, റമളാൻ മാസത്തിൽ മാത്രം സ്പെഷ്യലായിട്ടുള്ള നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം എന്നുള്ളത്. ഉഫ്റ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഒരാളുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയ എല്ലാ ചെറുദോഷങ്ങളെയും പൊറുപ്പിക്കപ്പെടും എന്നുള്ളതാണ് ഈ തറാവീഹ് നിസ്കാരം കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് തന്നെ ഈ നിസ്കാരം തെറ്റില്ലാതെ നിർവഹിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്ക് വണ്ണമായ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തറാവീഹ് നിസ്കാരത്തിൻ്റെ രൂപം ലളിതമായി നമുക്ക് പറയാം. എത്ര റക്അത്താണ് തറാവീഹ്? നമുക്കറിയാവുന്നതുപോലെ 20 റക്അത്തുകളാണ് തറാവീഹ് നിസ്കാരം എന്നുള്ളത്. എങ്ങനെയാണ് ആ 20 റക്അത്തുകൾ നിസ്കരിക്കേണ്ടത്? ഈ രണ്ട് റക്അത്തുകളായിട്ടാണ് ആ തറാവീഹ് നിസ്കാരം നിർവഹിക്കേണ്ടത്. ഈ രൂപത്തിൽ ഈ രണ്ടായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതല്ലാതെ ഞാൻ തറാവീഹിൻ്റെ സുന്നത്ത് നിസ്കാരം 20 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് ഒറ്റയടിക്ക് അങ്ങ് മൊത്തമായി നീയത്തിൽ 20 റക്അത്ത് ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് അല്ല നിർവഹിക്കേണ്ടത്. ഇങ്ങനെ 10 തവണ വീതം 2 റക്അത്തുകളായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 20 റക്അത്തുകൾ പൂർത്തിയാക്കാൻ പറ്റും. ഇനി എപ്പോഴാണ് ഈ തറാവീഹ് നിസ്കാരത്തിന്റെ സമയം? ഇശാ നിസ്കരിച്ചതിന് ശേഷമാണ് തറാവീഹിന്റെ സമയം എന്ന് പറയുന്നത്. സുബഹി വരെയാണ് തറാവീഹ് നിസ്കരിക്കാനുള്ള സമയം. സുബഹി വരെ ഈ തറാവീഹിന്റെ നിസ്കാരം നിർവഹിക്കാമെങ്കിലും ഏറ്റവും നല്ലത് ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നിർവഹിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അപ്പോൾ ഇശാ നിസ്കരിക്കാതെ ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും? അതെ, ശരിയാവും. തറാവീഹ് നിസ്കാരം ശരിയാവും. പക്ഷേ ആദ്യം നിസ്കരിക്കേണ്ടത് ഇശാ നിസ്കാരമാണ്. നാം മുൻഗണന കൊടുക്കേണ്ടത് ഇശായിനാണ്. കാരണം ഇശാ എന്നത് ഫർള് നിസ്കാരമാണ്, ഈ തറാവീഹ് എന്നത് സുന്നത്ത് നിസ്കാരമാണ്. ഇശാ നിസ്കാരവും കഴിഞ്ഞ് അതിൻ്റെ റവാത്തിബും കഴിഞ്ഞാണ് എന്ത് ചെയ്യേണ്ടത്? ഈ തറാവീഹ് നിസ്കാരം നിർവഹിക്കേണ്ടത്. ഇശായിന് ശേഷമുള്ള ഈ റവാത്തിബ് സുന്നത്തിന് ശേഷമാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്. നമ്മുടെ ഇടയിൽ പല ആളുകളും ഈ തറാവീഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കാൻ അതിന് പ്രസക്തി നൽകാറില്ല. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഈ തറാവീഹ് എന്നത് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ ഏറ്റവും സുന്നത്തുള്ള പ്രത്യേകമായ നിസ്കാരമാണ് ഈ തറാവീഹ് നിസ്കാരം. അതുകൊണ്ട് നാം ഓരോരുത്തരും ജമാഅത്തായിട്ട് തന്നെ ഈ തറാവീഹ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിന്ന് കൂട്ടമായി ജമാഅത്തായിട്ട് നിർവഹിക്കാനുള്ള അവസരം കണ്ടെത്തുക. അതുപോലെ പുരുഷന്മാർ അടുത്തുള്ള പള്ളിയിൽ ചെന്നുകൊണ്ട് തറാവീഹ് നിസ്കരിക്കുക എന്നതാണ്. ഇനി തറാവീഹ് നിസ്കാരത്തിന്റെ നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് ശ്രദ്ധിക്കുക. ഉസല്ലി സുന്നത്ത തറാവീഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നയാൾ വെക്കേണ്ട നിയ്യത്താണ്. ഇനി ഇമാമിനോടൊപ്പമാണ് നിസ്കരിക്കുന്നതെങ്കിൽ അദാഅൻ ലില്ലാഹി തആല മാൽ ഇമാമി എന്ന് കൂട്ടിച്ചേർക്കുക. ഇനി ഇമാമായിട്ടാണ് നാം നിസ്കരിക്കുന്നതെങ്കിൽ അദാഅൻ ലില്ലാഹി തആല ഇമാമൻ എന്നുകൂടി എന്ത് ചെയ്യുക? കൂട്ടിച്ചേർക്കുക. തറാവീഹ് നിസ്കാരത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി ഇമാമിനോടൊപ്പം ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഇനി നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാമൊക്കെ കെട്ടി ഇനി നമുക്ക് വജ്ഹത്ത് ഓതൽ സുന്നത്താണ്. വജ്ഹത്ത് ഓതൽ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. എങ്കിലും അത് ഒഴിവാക്കിയാൽ കറാഹത്ത് വരും. അതുകൊണ്ട് പണ്ഡിതന്മാർ കറാഹത്തില്ലാതിരിക്കാൻ, നമുക്ക് ഒരുപക്ഷെ സമയം കുറവാണ് അല്ലെങ്കിൽ നമ്മൾ സ്പീഡിനാണ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ വജ്ഹത്ത് ഒഴിവാക്കിയാൽ കറാഹത്ത് വരില്ലേ? അതിനു പകരം ആയി ആ കറാഹത്ത് വരാതിരിക്കാൻ ഒരു ദിക്ർ പഠിപ്പിക്കുന്നുണ്ട്. അതായത് വജ്ഹത്തു എന്ന് പറഞ്ഞാൽ സന ആണ്, പ്രശംസയാണ്. ആ വജ്ഹത്തൂടെ ലഫ്ലിന് പകരം, അതിൻ്റെ വാക്കിന് പകരമായി മറ്റൊരു വാക്ക്, അതാണ് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്ന സനാ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കും. അപ്പോൾ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കറാഹത്ത് വരികയില്ല. ഈ വജ്ഹത്തുവിന് ശേഷം പിന്നെ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. അതിനുശേഷം സൂറത്ത് ഓതുക. നമുക്കറിയാവുന്ന സൂറത്തുകൾ ഓതുക. സൂറത്ത് ഓതൽ സുന്നത്താണ്. ഇവിടെ പല ആളുകളുടെയും ആശങ്ക, ഞങ്ങൾക്ക് 20 റക്അത്തുകളിൽ നിസ്കരിക്കുമ്പോൾ ഓതാനുള്ള, അതായത് 20 സൂറത്തുകൾ മനഃപ്പാടമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര സൂറത്താണ് ഹിഫ്ളുള്ളത്? ഒരുപക്ഷെ 3 ആയിരിക്കാം, 4 ആയിരിക്കാം. അത് ഇങ്ങനെ ആവർത്തിച്ച് ഓതിയാൽ മതി. നിങ്ങൾക്ക് സുന്നത്തിൻ്റെ കൂലി ലഭിക്കുമെന്നുള്ളതാണ്. ഇനി തറാവീഹ് നിസ്കരിക്കുമ്പോൾ പല ആളുകളുടെയും നിസ്കാരം തന്നെ ബാത്തിലാകുന്ന ഒരു സാഹചര്യമാണ്. അവർ അത്തഹിയാത്തിൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചൊല്ലില്ല എന്നതാണ്. പല ആളുകളും അത്തഹിയാത്ത് ചൊല്ലി അവസാനിപ്പിക്കുന്ന എവിടം വരെയാണ്? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അവസാനത്തെ അത്തഹിയാത്തിലെ ഈ ഭാഗം വരെ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള വരെ എന്ത് ചെയ്യും? ചൊല്ലി നേരെ സലാം വീട്ടി അവസാനിപ്പിക്കും. അവർ ഒഴിവാക്കുന്ന നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്? ഈ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷമുള്ള സലാത്ത് അവർ ഒഴിവാക്കുക. എന്താണ് അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ? ഈ അത്തഹിയാത്തിന് ശേഷം പിന്നെ സലാം വീട്ടിലാണ്. അതല്ലാതെ അടുത്ത റക്കായത്തിലേക്ക് എഴുന്നേറ്റ് പോകലല്ല. ലുഹറിലുള്ളതുപോലെ 2 റക്കായത്ത് കഴിഞ്ഞ് 3-ാമത്തെ റക്കായത്തിലേക്കുണ്ടല്ലോ. അപ്പോൾ ആ ആദ്യത്തെ അത്തഹിയാത്തുണ്ടല്ല അവസാനത്തെ അത്തഹിയാത്തിൽ. അതേസമയത്ത് ഈ തറാവീഹിൽ അത്തഹിയാത്ത് എന്ന് പറഞ്ഞ ശേഷം എന്താണ്? സലാമാണ്, സലാം വീട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്നുള്ള ഈ സ്വലാത്ത് നിർബന്ധ കാര്യമാണ്. അത് നാം ചെയ്യുക. നമ്മുടെ കഴിവിനനുസരിച്ചുകൊണ്ട് മുഴുവനായും ചെല്ലാൻ നാം ശ്രദ്ധിക്കുക. ആ ഇബ്രാഹിമിയ സ്വലാത്ത് ഫുള്ളായിട്ടും ചൊല്ലുക. പിന്നെ ശേഷമുള്ള ദുആയും ചെയ്യുക. ഇനി അതല്ല പെട്ടെന്ന് ഓതി തീർക്കുന്ന ആളുകളാണെങ്കിൽ ഈ സ്വലാത്തിന് ശേഷം ഇനി പറയുന്ന ഭാഗം കൂടി ഉൾപ്പെടുത്തുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ ഒരു ഭാഗം കൂടി ഉൾപ്പെടുത്തുക. ഈ അവസാനത്തെ അത്തഹിയാത്തിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ഏത് രൂപത്തിലുള്ള ഇരുത്തമാണ് ഇരിക്കേണ്ടത്? ഇവിടെ തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്, അല്ലാതെ ഇഫ്തിറാഷിന്റെ ഇരുത്തമല്ല. അവസാനത്തെ അത്തഹിയാത്തിൽ നാം ളുഹർ നിസ്കാരത്തിൽ 4-ാമത്തെ റക്അത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തവറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്, ഇഫ്തിറാഷിന്റെ ഇരുത്തമല്ല ഇരിക്കേണ്ടത്. ആ കാര്യം കൂടി നാം ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഓതി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നാം സാധാരണ നിസ്കാരങ്ങളിൽ നിസ്കരിക്കും പോലെ നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് തറാവീഹ് നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് തറാവീഹിന് ശേഷമുള്ള ദുആ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പ്രത്യേകമായി അത് ചെയ്ത് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഈ വീട്ടിൽ നിസ്കരിക്കുന്നവരുടെ ഒരു സംശയമാണ്, ഇക്കാമത്തുണ്ടോ തറാവീഹ് നിസ്കാരത്തിൽ? തറാവീഹ് നിസ്കാരത്തിൽ ഇക്കാമത്തുമില്ല, ബാങ്കുമില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ അറിയിക്കുക? മറ്റുള്ളവരെ ഒരുമിച്ച് കൂടാൻ വേണ്ടി എങ്ങനെയാണ് പറയേണ്ടത്? നമ്മൾ പള്ളികളിൽ നിന്നൊക്കെ ചെയ്യുന്നത് പോലെ അസ്വലാത്ത ജാമിഅ റഹിമക്കുമുള്ള എന്ന് ഒരാൾ വിളിച്ച് പറയുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റമറ്റ രീതിയിൽ തറാവീഹ് നിസ്കരിക്കാനും വിശുദ്ധമായ റമളാനിൻ്റെ മുഴുവൻ ഖൈറാത്തുകൾ നേടാനും റഹ്മത്തുകൾ ലഭിക്കുന്ന, മഗ്ഫിറത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മറ്റൊരു വിഷയമായി കാണാം. കീപ് വാച്ചിങ് ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.